ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കുറച്ച് നാളായില്ല സ്വീറ്റ് ടോക്സ് എന്നുള്ള വീഡിയോ ചെയ്തിട്ട്. അടുത്ത് നമ്മൾ 2024 റീവൈൻഡും അതേപോലെ തന്നെ 2025 പ്ലാനിങ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ഞാൻ ഇവിടെ കാർട്ടിലിടാം കേട്ടോ. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ എത്ര കണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് സമയത്തിൽ കുറച്ചെങ്കിലും സ്ട്രെസ്സ് കുറച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി അമ്മമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റുട്ടീനും ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിപ്പോൾ ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളോ ആർക്കും അറിയാത്ത കാര്യങ്ങളോ ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടി എൻ്റെതായ രീതിയിൽ ഞാൻ പറയണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബൈ റെഡി ആയിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ഡിസിപ്ലിനാണ്, ഒരു റുട്ടീനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റുട്ടീൻ ഞാൻ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്മയുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ്. ഇമ്മക്കുട്ടി സ്കൂളിൽ പോകുന്നതിനനുസരിച്ചിട്ട് ഇമ്മയുടെ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീക്കുക, എനിക്കിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക, അതിൽ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയും. അതായത് ഏറ്റവും ഫസ്റ്റ് ചെയ്ത് തീർക്കേണ്ട കാര്യം ഏതാണെന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഒരു ദിവസം അലൗട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ടൈം ബ്ലോക്ക് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയാണോ പറയുക, ഏകദേശം അങ്ങനെ ചെയ്യാം. എത്ര ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവും കേട്ടോ. രാവിലെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പിന്നെ ഇമ്മയുടെ ടിഫിനൊക്കെ പാക്ക് ചെയ്തിട്ട് ഇമ്മൂനെ സ്കൂളിലേക്ക് വിടുമല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകും. അതിപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട്, ആക്ച്വലി ഞാൻ 5-6 വർഷമായി വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷെ കഴിഞ്ഞൊരു വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇമ്മൂനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയിരിക്കും. അതല്ല ഇമ്മൂന് അവധിയുള്ള സമയമാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ പോയി വരും. അങ്ങനെ ആകുമ്പോൾ ഇമ്മ ഉറങ്ങേണ്ട സമയമാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി വരും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഇങ്ങനെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറില്ലേ. നമ്മൾ രാവിലെ എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കുളിക്കുന്നു. അപ്പോൾ അതേപോലെ ഉള്ളൊരു സംഗതിയാക്കി മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ആദ്യത്തെ വർഷമൊക്കെ ജിമ്മിൽ പോകാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി ഇപ്പോൾ ഇത്രയും നാളത്തെ വർക്കൗട്ടും അതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ടും ഒക്കെ കാണാൻ സാധിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഹെൽത്ത് നോക്കുന്ന കുറേയൊക്കെ കാര്യങ്ങൾ അതിൽ അങ്ങ് മാനേജ് ആയി പോവും. പിന്നെ നമ്മുടെ ഡയറ്റ് നോക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെൻ്റൽ പീസും കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് വർക്കൗട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കായിട്ട് ഞാൻ നിർബന്ധമായിട്ട്, എനിക്ക് മാത്രമല്ല, നമ്മൾ നന്നായിരുന്നാലല്ലേ നമ്മുടെ ഫാമിലിക്ക് നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ വളരെയധികം മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വർക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് ഫുഡ് കഴിച്ച് ഒരു 10:30 ഞാൻ എന്തായാലും വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ജോലി. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത്. എന്താണ് നമുക്ക് ഫസ്റ്റ് ചെയ്ത് തീർക്കേണ്ട കാര്യം, അത് ഞാൻ മെയിനായിട്ട് എഴുതി വെച്ച് അത് തന്നെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ കറബറാന്ന് വേറെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പിന്നെ ധൃതി പിടിച്ചിട്ടാവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തു തീർക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം ഫസ്റ്റ് ചെയ്തു തീർക്കുക, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓരോ മണിക്കൂറിനുള്ളിൽ എത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ അത്ര പറ്റിയില്ലെങ്കിലും അതിനൊരു പകുതിയോളം കാര്യമെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതെനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇമ്മ വന്നു കഴിഞ്ഞാൽ അവളുടെ കുറച്ച് കാര്യങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ ഇമ്മൂന് ഹോം ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, എല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എല്ലാം നമ്മൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കണം. പറ്റാവുന്ന ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞിനെ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അമ്മയോ നോക്കിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരില്ല. എന്നുവെച്ചാൽ ആ രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അതല്ലാത്ത ഒരാളടുത്ത് നമുക്ക് എന്തായാലും ഹെൽപ്പായിട്ട് ചോദിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് വെക്കണമെങ്കിലോ, ഇപ്പോൾ കുക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരാളെ ഹെൽപ്പിന് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ആരും ഹെൽപ്പിനില്ല. ഒരു പേഴ്സണൽ ചോയ്സും വേറെ പല കാര്യങ്ങൾ കൊണ്ട് വേണ്ട വെച്ചിട്ടുണ്ട്. പക്ഷേ ഇമ്മൂൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ്റെ കാര്യമൊക്കെ ഒരാളെ ഏൽപ്പിച്ച് എനിക്ക് നല്ല സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ അതിന് എനിക്ക് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ വർക്കിൽ അത്രയും നമുക്ക് സമയം കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ വേറൊരാളുടെ ഹെൽപ്പ് എടുക്കാൻ സാധിക്കുമെങ്കിൽ അത്
ഒരമ്മ എന്ന നിലയിൽ നമ്മുടെ ഒരു പരാജയമായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആരെയാണ് ഈ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വേറെ ആര് ചെയ്താലും ശരിയാവില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, അത് തൽക്കാലം മാറ്റുക. നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജോലിയും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊരു സോഷ്യൽ ലൈഫും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഫാമിലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ആക്കി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ മമ്മീസ് ഗിൽട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കഴിവതും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ഹെൽപ്പ് എടുക്കാവുന്ന സ്ഥലത്തെങ്കിലും ഹെൽപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ കാര്യം ഈ ഒരു സമയം കൊണ്ട് കൃത്യമായിട്ട് ചെയ്തു തീർക്കുകയും അതേപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം വളരെ സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടും എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സമയം വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കുറേ പേരുടെ ഒരു ധാരണ. നമുക്ക് ഭയങ്കര ഗിൽട്ടാവും, നമ്മൾ സമയം കളഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണെന്നറിയാം സമയം കളയണത്? നമ്മളിങ്ങനെ ചുമ്മാ റീൽസൊക്കെ നോക്കിയിട്ട് കുറേ നേരം ചിലവഴിക്കില്ലേ, ഇങ്ങനെ ഈ കിടന്നൊരു 3-4 മണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ എന്ത് സുഖമല്ലേ, എനിക്കിഷ്ടമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് സമയം കളയലില്ല. പക്ഷെ അതേസമയം നമ്മൾ രാത്രി കൃത്യം ഒരു 10 മണിയാകുമ്പോൾ ഉറങ്ങി രാവിലെ ആ ഒരു കൃത്യ സമയത്ത് എണീക്കുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ശരിക്കൊരു ഫ്യൂവലാണ്. നമുക്ക് ഇനിയുള്ള സമയം, അതായത് ബാക്കിയുള്ള സമയം വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതല്ലാണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ല, അങ്ങനെ തന്നെ ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല എന്നുള്ളത് മാത്രമല്ല, അത് നമുക്ക് ഒരുപാട് എനർജി തരുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് മിനിമം 9 മണിക്കൂർ സ്ലീപ്പ് വേണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ കഷ്ടി 7 to 8 മണിക്കൂറാണ് ഉറങ്ങുന്നത്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിൽ തൃശ്ശൂരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഞാനൊരു 7 മണിക്കൂർ ഉറങ്ങാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ അത്രയും തിരക്കുള്ള സമയമാണ്. രാവിലെ ഷൂട്ടിനൊക്കെ പോകണമെങ്കിൽ 7 മണിക്കൂർ, 6 മണിക്കൂറാവും. പിന്നെ ചില സമയങ്ങളുണ്ടല്ലോ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ അത് സമയം കുറയും. ചിലപ്പോൾ ഞാൻ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ള സമയമുണ്ട്. പക്ഷെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന സമയമാണ്. അതല്ലെങ്കിൽ ഞാൻ ഒരു 7 മണിക്കൂർ എന്തായാലും ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തായാലും നമുക്കായിട്ട് സമയം കണ്ടെത്തിയും അതേപോലെ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവാൻ വേണം കേട്ടോ. അതിനായിട്ടിപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് ഞാൻ ഒരു ദിവസം അതിനായിട്ടൊരു സമയം എന്തായാലും മാറ്റി വെച്ച് അത് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കാന്നുള്ള രീതിയിൽ എനിക്കത് പറ്റാറുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോവുക, അത് സോളോ ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അതെല്ലാം ഒരു ഡെയിലി സോർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സിനിമ കാണുക, സീരീസ് കാണുക എന്നുള്ളത്. എടുത്ത് ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്ര അധികം സിനിമകൾ കാണുന്നത്, OTT വരുന്ന എല്ലാ പടങ്ങളും ഞാൻ കാണും. ഹിന്ദി സീരീസൊക്കെ, പാകിസ്ഥാനി സീരീസൊക്കെ ഞാൻ ഇഷ്ടം പോലെ യൂട്യൂബിൽ നോക്കി കാണുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുക്ക് ചെയ്യണ സമയമുണ്ടല്ലോ, അപ്പം ഞാനിത് വെക്കും. എത്ര കണ്ടും നല്ലതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ അത് ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അടുക്കളയുടെ ആ സ്ലാബിൻ്റെ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മീതയ്ക്ക് ആക്കി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു കാര്യമില്ലാണ്ട് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നും. കാരണം ഞാൻ കുക്കിംഗ് അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേറെ വഴിയില്ലാത്ത കാരണം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഹൗസ് ഹെൽപ്പ് തൽക്കാലം നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് മാനേജ് ആക്കി കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊപ്പം എന്തെങ്കിലും സീരീസോ സിനിമയൊക്കെ കാണും. അതിൻ്റെ ഒരു ഡെയിലി സോർട്ട് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തരും, ഞാൻ സമയം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. രാവിലെ ധൃതി പിടിച്ചിട്ട് ഒരു സൺസ്ക്രീൻ അതിനെക്കാട്ടും മുന്നേ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ജിമ്മിലേക്ക് പോകും, തിരിച്ചു വന്നാലും അത് തന്നെ ചെയ്യും. പക്ഷേ രാത്രിയിലത്തെ സ്കിൻ കെയർ ഉണ്ടല്ലോ, ഞാൻ നിയാസിനമൈഡ് ഇടും, ഒരു അതിനെക്കാട്ടും മുന്നേ ടോണർ ഇടും, പിന്നെ ഒരു നൈറ്റ് ക്രീം ഇടും, ഞാൻ ഫേസ് മസാജ് ചെയ്യും, ഗുവാഷ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കും. അങ്ങനെ ഒരു 10 to 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്നൊരു സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാം. അത് എൻ്റേതായ ഒരു ടൈം എടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മീ ടൈം ആയിട്ടുള്ളത്. പകരം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനായിട്ടുള്ളൊരു ടൈമും നമുക്ക് എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കത് ഇതിനായിട്ട് ടൈം എടുക്കാം. ഓഫീസിലേക്ക് പോകുന്ന ആളുകളാണെങ്കിലും നമ്മളിപ്പോൾ 9 to 5 ആണെങ്കിൽ കൃത്യം അത് ചെയ്യുമല്ലോ. അതിനുശേഷം നമുക്ക് കുക്കിങ്ങിന് വേണ്ടി ടൈം കണ്ടെത്തണം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മീൽ പ്രെപ്പാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ വേണ്ട കഷ്ണങ്ങളൊക്കെ നുറുക്കി ഞാൻ ഫ്രിഡ്ജിലും ഫ്രീസറിലും
ആക്കി അങ്ങ് വെക്കും. പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുക്കിംഗ് ആണ് ഞാൻ ചെയ്യണത്. പെട്ടെന്ന് ടക്ക് 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 എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ പറ്റാത്ത ഒരാളാണ് നമുക്ക് ഡെയിലി ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം, അങ്ങനെയാണെങ്കിൽ ഒരാളെ ഹെൽപ്പിന് വെക്കാവുന്നതാണ്. അതല്ല നമുക്ക് തന്നെ ഉണ്ടാക്കണം നിർബന്ധമാണെങ്കിൽ ഒബ്വിയസ്ലി അതിലേക്കുള്ള ടൈം നമുക്ക് കൂടുതൽ പോകും. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ജോലി നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇതാണ് ലൈഫ്, നമുക്കത് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. നമുക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. കല്യാണം കഴിക്കാത്ത ഒരാളാണ്, കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ വർക്കൗട്ടിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഒരുപാട് കോമൻസിൽ ഇങ്ങനെ കാണാറുണ്ട്, പെൻ്റെയിലല്ല പലരുടെയിലും. ഇങ്ങനെ സാധാരണ ഒരു പെൺകുട്ടിക്ക് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ല, പക്ഷെ ഒരു അമ്മയാണെങ്കിൽ അത് ഇരട്ടി ബുദ്ധിമുട്ടാണ്. ശരിയാണ്, പക്ഷെ എന്ന് കരുതി നമ്മൾ വർക്കൗട്ട് ചെയ്യാനേ പറ്റില്ല എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മളെ വന്ന് ആരും മോട്ടിവേറ്റ് ചെയ്ത് അയ്യോ എന്തായാലും വർക്കൗട്ട് ചെയ്യും, ഞാൻ നിനക്കായിട്ട് സമയം ഉണ്ടാക്കി തരാം, കുഞ്ഞിനെ ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഹസ്ബൻഡാണ്, നമ്മളെ പാർട്ട്ണറാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാണ്ട് വേറൊരാൾ എന്തായാലും ചെയ്യണം എന്നുള്ളതില്ല. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ആരെയും നമുക്ക് കമ്പയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മുടെ സാഹചര്യം എന്താണോ അതിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന ദി ബെസ്റ്റ് കാര്യം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ കമ്പയർ ചെയ്യാണ്ടിരിക്കാം. അതായത് വേറൊരാൾ ചെയ്യുന്ന കാര്യം ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ അതിനുള്ള സപ്പോർട്ടില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇൻലോസ് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സത്യമായിരിക്കാം അത് എനിക്കും തോന്നാറുണ്ട്. ചില വീഡിയോസ് ചിലർ ചെയ്യണം കാണുമ്പോൾ എനിക്ക് തോന്നും അയ്യോ ഞാനും ഇതിലും കൂടുതൽ ഹാർഡ് വർക്ക് ഇടുന്നതല്ലേ. പക്ഷെ എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന ഒരു ഇൻറ്റൻഷൻ ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ. വേറൊരാൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഇത്ര റീച്ച് ആവുകയും ഞാൻ ചെയ്തപ്പോൾ എന്താ എനിക്ക് ഇത്രയും വ്യൂസ് ഇല്ലാത്തതെന്ന് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഗുണം ഉണ്ടാവില്ല. അങ്ങനത്തെ ഫീലിങ്സ് വരുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അത് ഈവൻ കുശുമ്പാണെങ്കിലും അസൂയാണെങ്കിലും അങ്ങനത്തെ ഫീലിങ്സ് ഒരു മനുഷ്യന് വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, എല്ലാവർക്കും വരുന്ന കാര്യമാണത്. പക്ഷെ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാനേ നമുക്ക് നിവർത്തിയുള്ളൂ. എല്ലാ സാഹചര്യങ്ങളും വന്ന് ചേർന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പകരം നമുക്ക് ഇപ്പം എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഹോബി ആണെങ്കിൽ അതിനെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ നമ്മുടെ വർക്ക് തന്നെ നമുക്ക് ബെറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ ആസ് എ പേഴ്സൺ നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ആക്കാം. ഇപ്പം നമുക്ക് കരിയർ വൈസും അങ്ങനെ ഒരു ഗോളും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ആസ് എ പേഴ്സൺ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. എങ്ങനെ? നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ പറ്റും, നമ്മുടെ സ്കിൽസ് ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്കിൽ സെറ്റ്സ് ഒക്കെ കൂടുമ്പോൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റും കുറേ കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും കേട്ടോ. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എനിക്ക് പണ്ട് ടൈം അത്ര മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഇപ്പം ഞാൻ എഡിറ്റിങ്ങിൽ കുറേ കൂടി വളരെ ബെറ്ററാണ്. എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കൂടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഇത്രയും പറയുന്നതിലൂടെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഹസിൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അതായത് 24 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ഒന്നും വേണ്ട, അങ്ങനെയല്ല പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇല്ല ടൈം ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അമ്മയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ ഹെൽപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് എടുക്കുക. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ഒരേപോലെ കുഞ്ഞിനെ നോക്കുക എന്നുള്ളതാണ്. പാല് കൊടുക്കുക ഇപ്പം എന്തായാലും അമ്മയ്ക്ക് പറ്റുള്ളൂ, അതിൽ നിവർത്തിയൊന്നുമില്ല. പക്ഷെ ഡയപ്പർ മാറ്റാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അച്ഛന് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. അതിനിപ്പം വേറൊരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതും അതേപോലെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. നോ പറയാൻ പഠിക്കുക. ബൗണ്ടറീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി വേണം. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരാളാണ്. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണും പെണ്ണും രണ്ടുപേരും വർക്ക് ഫ്രം ഹോമാണെന്ന് വിചാരിക്കൂ. പക്ഷേ ആണ് ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ വാല്യൂ, പെൺകുട്ടി ചെയ്യുന്ന ജോലിക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി വാല്യൂ കുറവാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ വീട്ടിൽ വേറെ ആളുകളുണ്ടെങ്കിൽ നാച്ചുറലി തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടീനെ ആയിരിക്കും ഫസ്റ്റ് വിളിക്കുക. നീ പോയി വാതിലൊന്ന് തുറന്ന് നോക്ക്, അല്ലെങ്കിൽ നീ ഈ തുണിയൊന്ന് തോരിയിട്ടിട്ട് വാ, ഒന്നും പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. രണ്ടുപേരും ചിലപ്പോൾ സെയിം ജോലിയാവും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വെറുതെ കിട്ടുന്ന സാധനമല്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അത് ചെറുതല്ല എന്നുള്ളത് വിശ്വസിക്കുക.
ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ ഫുൾ ടൈം ഇരിക്കുകയാണ്, നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം വേണമെങ്കിൽ അത് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ കറക്റ്റ് ബൗണ്ടറീസ് വരയ്ക്കുക. വേറെ പല ആളുകളും വന്നിട്ട് അത് ഇത് എന്നൊക്കെ പറയും. അതിപ്പോൾ ഇൻലോസ് ആണെങ്കിലും നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനാണെങ്കിലും ഒക്കെ അവർ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടാവണമെന്നില്ല. അവർ ചെറുപ്പം മുതലേ കണ്ടു വന്നിട്ടുള്ളൊരു ജീവിതമാണല്ലോ, അല്ലെങ്കിൽ അവർ അനുഭവിച്ച ജീവിതമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. നമ്മുടെ അമ്മമാർ അവരുടെ അമ്മായിമ്മമാർ അല്ലെങ്കിൽ അമ്മമാരെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതാണ് നമ്മളിലേക്ക് ചിലപ്പോൾ തരുന്നുണ്ടാവുക. പക്ഷെ കാലം മാറിയില്ലേ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയല്ലല്ലോ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൗണ്ടറീസ് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിർത്തണം എന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു ധാരണ ഉണ്ടാവണം. അത് മാത്രമല്ല, ആദ്യം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി നമുക്കൊരു നല്ല കുട്ടി സിൻഡ്രോം ഉള്ള ഒരാളും കൂടി ആയിരുന്നെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് അവർക്ക് മനസ്സിലാവും. എൻ്റെ അനുഭവം കൂടി കൊണ്ട് പറയാം. എല്ലാവരും ഇങ്ങനെ നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ ആളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബൗണ്ടറീസ് വരയ്ക്കുമ്പോൾ എല്ലാവർക്കും, എൻ്റെ ചുറ്റിനുള്ള എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി എല്ലാം മാറി. അവരത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ആ രീതിക്ക് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹസിൽ കൾച്ചർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും കുറച്ച് വർക്ക് ചെയ്യുകയും ചെയ്യാണ്ട് നമ്മൾ വേണ്ടിടത്ത് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും. ഞാൻ ആദ്യം വർക്കൗട്ട് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ജനറൽ ട്രെയിനർ ആയിരുന്നു കേട്ടോ. ഞാൻ 5 വർഷത്തോളം ഞാൻ ജനറൽ ട്രെയിനറിൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് ശേഷമാണ് എനിക്കൊരു PT എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്കറിയാലോ, PT വെക്കാന്ന് പറഞ്ഞാൽ നല്ല പൈസയുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ PT വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെൽത്തിലും അതേപോലെ തന്നെ എൻ്റെ ബോഡിയിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യകാലത്ത് കുറച്ചധികം നമുക്ക് ഉറക്കവും ചിലപ്പോൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലാണ്ട് നമുക്ക് നിവർത്തിയില്ലടോ. വേറെ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ട ഒരു കരിയറും പൈസയൊക്കെ നമ്മൾ എങ്ങനെ നേടിയെടുക്കും? കുറച്ചൊക്കെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യാണ്ട് നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു നോർമൽ ഇങ്ങനെ ഭയങ്കര വളരെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ലൈഫാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഭാവിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ടൈം മാനേജ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ലെഷർ ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യേണ്ട സമയം റിവാർഡ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു സക്സസ് ടേസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതൊന്നും നമുക്ക് റിവാർഡ് കിട്ടില്ലേ, അത് കിട്ടി തുടങ്ങുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അതിലേക്ക് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനേ തോന്നുള്ളൂ, നമുക്ക് പിന്നോട്ട് വരാൻ തോന്നില്ല. അപ്പോൾ ആദ്യം ഇടേണ്ട എഫേർട്ട് അങ്ങ് ഇടുക. എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരാനായിട്ട് കാത്തിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും. മാനേജ് ചെയ്യുക ടൈം. കറബറാന്ന് പ്ലാൻ ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ രാവിലെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കാര്യങ്ങൾ, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക. അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും. എനിക്ക് ഇപ്പം ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്യുക, രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടല്ലാത്തൊരു കാര്യമായി മാറാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അത് ചെയ്തു വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതിങ്ങനെ മാനേജായി പോകുന്നത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് തന്നെയാണ് ലൈഫ്. അങ്ങനെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇവഞ്ച്വലി നമുക്ക് അതിനുള്ള റിവാർഡ്സ് ഒക്കെ ഉണ്ടാവും. അതുണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടു കൂടി അനുഭവിക്കുക. ഒരു ഗിൽട്ടും ഒന്നുമില്ലാണ്ട് സന്തോഷമായിട്ട് തന്നെ അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും അത് സാധിക്കട്ടെ. എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ. എസ്പെഷ്യലി സ്ത്രീകൾക്ക് എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇതൊന്നും കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ സോ മച്ച്. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് എല്ലാം അല്ലെങ്കിൽ ഞാൻ അവിടെ പ്രോഡക്ട്സ് ടാഗ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.